അനന്തകൃഷ്ണനും ചേരുന്നുണ്ട്. വിധി അല്പസമയത്തിനകം അറിയാൻ പോകുമ്പോൾ രാഗിൻ കോടതി നടപടികളിലേക്ക് അല്പസമയത്തിനകം കടക്കാൻ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്. സാഗൂതം വീക്ഷിക്കുകയാണ് കേരളം. എന്തായിരിക്കാം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഹീനമായ കുറ്റകൃത്യത്തിൽ ശിക്ഷ എന്തായിരിക്കും എന്നറിയാൻ ഇപ്പോൾ ഇന്നത്തെ വാദങ്ങൾ അത് ഏതെങ്കിലും രീതിയിൽ ഈ വിധി പ്രസ്താവത്തെ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ രീതിയിലും സ്വാധീനിക്കാൻ ഇടയുണ്ടോ? 3:30 തന്നെ നമുക്ക് വിധി കേൾക്കാമല്ലേ രാഗിൻ? തീർച്ചയായും ഓപ്പൺ കോടതിയിൽ 3:30 ജഡ്ജി എത്തും. ജഡ്ജി എത്തിയ ശേഷം ഈ വിധി പ്രസ്താവം വായിക്കും. അതിലേറ്റവും പ്രധാനം ഈ പ്രതികൾക്കുള്ള ശിക്ഷയായിരിക്കും പ്രധാനമായും വായിക്കുക എന്നതാണ്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. അവരുടെ ശിക്ഷ വായിക്കും. ഓരോ കുറ്റങ്ങളുണ്ട്, ഓരോ കുറ്റത്തിനും ശിക്ഷ വായിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന അതായിരിക്കും അനുഭവിക്കേണ്ടി വരിക. അതോടൊപ്പം തന്നെ അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ. കൂടാതെ സ്വാഭാവികമായിട്ടും ഈ ജയിലിൽ കിടന്ന ആ ഒരു സമയം അത് ഇളവ് ചെയ്ത് നൽകാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സായി സാധാരണഗതിയിൽ വരാറ്. എന്തായാലും ആ ഒരു വിധി പ്രസ്താവത്തിനായി കാതോർക്കാം. ഇതിൽ പൾസർ സുനി, 1-ാം പ്രതി പൾസർ സുനിക്ക് ഈ ജീവപര്യന്തം കഠിന തടവ് അത് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. മാത്രമല്ല പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നതാണ്. അതായത് 6 വരെയുള്ള പ്രതികളുടെയും കുറ്റത്തെ ഒരേ രീതിയിൽ തന്നെ കാണണമെന്ന വാദമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ടെടുത്തത്. കാരണം ഒരാൾക്ക് കുറ്റം ചെയ്യണമെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ കഴിയില്ല. അപ്പോൾ ഈ കുറ്റം ചെയ്തത്, ക്രൂരത ചെയ്തത് പൾസർ സുനിയാണെങ്കിലും പൾസർ സുനിക്ക് എല്ലാവിധ സഹായവും ഒത്താശയും അതിനുള്ള നിർദ്ദേശവും അതിനുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ തന്നെ നൽകിയിട്ടുള്ളത് മറ്റു പ്രതികളും സമാനമായിട്ടുള്ള ഈ ഗ്യാങ് റേപ്പ് എന്ന് പറയുന്ന കുറ്റകൃത്യത്തിന് ചെയ്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കുൾപ്പെടെ സമാനമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ പ്രതിഭാഗം പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിക്ഷ ഇളവ് വേണമെന്നതാണ്. അത് പൾസർ സുനി അടക്കമുള്ള പ്രതികൾ പറഞ്ഞു, പ്രതികളുടെ അഭിഭാഷകരും പറഞ്ഞു. മാത്രമല്ല ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തം അത് വേർതിരിച്ച് തന്നെ അനലൈസ് ചെയ്യണം എന്ന നിലപാടാണ് പ്രതിഭാഗം എടുത്തത്. അത്തരത്തിൽ ചെയ്യേണ്ടതല്ലേ എന്ന ചോദ്യം പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു സമൂഹം മുഴുവൻ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 8 വർഷമായി സമൂഹം നടിക്കൊപ്പം നിൽക്കുകയാണ് എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ വിധി പറയേണ്ടത് എന്ന ചോദ്യം കോടതി ചോദിച്ചു. അപ്പോൾ അതങ്ങനെയല്ല എന്ന വാദം പ്രോസിക്യൂഷനും മുന്നോട്ട് വെച്ചു. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള വാദഗതികൾ തന്നെയാണ് ഇന്നും നടന്നത്. അത് ശിക്ഷയിന്മേലുള്ള വാദമാണ് പ്രധാനമായിട്ടും നടന്നത്. യഥാർത്ഥത്തിൽ കോടതിയുടെ ബോധ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കോടതി തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. അതിൽ പ്രതികൾക്ക് കൊടുക്കേണ്ട ശിക്ഷ, ആ ശിക്ഷയിന്മേലുള്ള വാദം നടന്നു. ആ വാദം നടന്ന ശേഷം അത് കോടതി നോട്ട് ചെയ്യും ഈ വിധിന്യായത്തിന്റെ ഭാഗമായി. അതിനുശേഷം കൃത്യം 3:30 ഓപ്പൺ കോടതിയിൽ കോടതി ഈ ജഡ്ജ്മെന്റ് പറയും. അതിൽ പ്രധാനമായും ഈ ഓപ്പറേറ്റിംഗ്, അതായത് എന്താണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. അപ്പോൾ പരമാവധി ശിക്ഷ നൽകണം പ്രതികൾക്ക് എന്നതാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ദിലീപ് അടക്കമുള്ള പ്രതികൾ ഈ കേസിൽ നിന്ന് വിട്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൃത്യത്തിൽ പങ്കെടുത്ത, ആക്ഷനിൽ പങ്കെടുത്ത 6 പേർക്കും പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നതാണ് പ്രോസിക്യൂഷന് മുന്നിലുള്ള ദൗത്യം. അതിന്റെ ഭാഗമായിട്ടുള്ള വാദഗതികളാണ് പ്രോസിക്യൂഷൻ നടത്തിയത്. എന്നാൽ പ്രതിഭാഗം അതിനെ ചെറുക്കുന്ന അല്ലെങ്കിൽ ഓരോരുത്തരും ആരുടെയും റോൾ കൃത്യമായി പരിശോധിക്കണം അല്ലെങ്കിൽ വേർതിരിച്ച് പരിശോധിക്കണമെന്ന നിലപാടാണ് എടുത്തത്. മാത്രമല്ല പൾസർ സുനി അല്ലാതെ മറ്റ് 5 പ്രതികൾ നടിയെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന വാദഗതിയിലടക്കം ഊന്നിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. മാത്രമല്ല ഇവർ അവരുടെ കുടുംബ പശ്ചാത്തലം, വീട്ടിലെ ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതിക്ക് മുന്നിൽ നിരത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കോടതി ഇതിൽ ആത്യന്തികമായി അന്തിമമായി എന്ത് തീർപ്പിലേക്ക് പോകും എന്നത് ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കേരളം കേൾക്കാൻ പോവുകയാണ്.